എൻ്റെ കുട്ടികളെ, ഇന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ലൈഫ് ജേണി. ബികോം, അത് കഴിഞ്ഞ് ഒരു DCA കേരളത്തിൽ നിന്ന് നേരെ ബോംബെയിൽ ചാടി. അവിടെ ഒരു എക്സ്പോർട്ടിംഗ് കൺസേണിൽ ഒരു എക്സിക്യൂട്ടീവായിട്ട് ഒരു കൊല്ലം. അവിടെ നിന്ന് നേരെ ചാടി ദുബായിലേക്ക്. അവിടെ 3 കൊല്ലത്തോളം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു വെയിറ്ററായിട്ട്, അതിനുശേഷം ഒരു കമ്പനിയിൽ ഒരു ചെറിയ ജോലികളുമായിട്ട്, അതിനുശേഷം 1998 ഞാൻ ലോജിസ്റ്റിക്സിൽ കയറുന്നത്. ആ ലോജിസ്റ്റിക്സിൽ വെറും ഒരു ഹെൽപ്പറായിട്ട്, നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഡിങ് അൺലോഡിങ് തൊഴിലാളി. പക്ഷേ എപ്പോഴും ഞാൻ മുന്നോട്ട് നോക്കിയിരുന്നു. അങ്ങനെ ആ കമ്പനിയിൽ ഏകദേശം ഒരു 3 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അത് ഒരു കുവൈറ്റി കമ്പനിയായിരുന്നു. ഈ 3 കൊല്ലത്തിൽ എവറി 6 മന്ത്സ് എനിക്ക് ഓരോ ഡെസിഗ്നേഷൻ മാറി വന്നിരുന്നു. ഹെൽപ്പറിൽ നിന്ന് ഹെഡ് ഓഫ് ദ ലേബർ, അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ, സ്റ്റോർസ് ഇൻചാർജ്. അപ്പോൾ ആ കമ്പനിയിൽ ഫർദർ പ്രോഗ്രസ് ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അടുത്ത കമ്പനിയിൽ ചാടി. അവിടെ ചെന്ന് ജോയിൻ ചെയ്തത് സ്റ്റോർ സൂപ്പർവൈസറായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞ് എന്നെ അവർ വെയർഹൗസ് സൂപ്പർവൈസറാക്കി മാറ്റി. അതിനുശേഷം അടുത്തൊരു കമ്പനിയിലേക്ക്. അപ്പോൾ 2ാമത്തെ കമ്പനി എൻ്റെ ഒരു ബ്രസീലിയൻ ബേസ്ഡ് ആയിരുന്നു. 3ാമത്തെ കമ്പനി ഒരു അമേരിക്കൻ ബേസ്ഡ്. അവിടെ ചെന്ന് കയറുന്നത് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ്. അങ്ങനെ ഒരു 2-3 കൊല്ലത്തിന് ശേഷം ഞാൻ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ മാനേജറായി. വീണ്ടും ഒരു 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജർ ലോജിസ്റ്റിക്സായി. ഇതാണ് എൻ്റെ കരിയർ ജേണി. ഇത് എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇതിൽ 2ാമത്തെ കമ്പനിയിൽ വെയർഹൗസ് സൂപ്പർവൈസർ എന്ന ജോലി മാത്രമാണ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. ബാക്കി എല്ലാ ഡെസിഗ്നേഷനും എനിക്ക് കമ്പനി എൻ്റെ തലയിലിട്ടതാണ്. ആദ്യത്തെ കമ്പനിയിൽ 5 ഡെസിഗ്നേഷൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ലോജിസ്റ്റിക്സ്. ഈ ലോജിസ്റ്റിക്സിൽ നമ്മളൊരു സർട്ടൻ പൊസിഷൻ കഴിഞ്ഞാൽ ഓരോ പൊസിഷൻ അവിടെ വേക്കൻ്റായി വരുമ്പോൾ അത് നമ്മുടെ തലയിലിടും, അല്ലെങ്കിൽ നമ്മൾക്കത് തരും. അതിന് 6 മാസമോ ചിലപ്പോൾ 1 കൊല്ലം, ചിലപ്പോൾ 2 കൊല്ലം, അത്രയ്ക്കൊന്നും വെയിറ്റ് ചെയ്യണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ലോജിസ്റ്റിക്സ് മീൻസ് ദ മോസ്റ്റ് എംപ്ലോയിഡ് ആൻഡ് ഹൈസ്റ്റ് പെയ്ഡ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. അവിടെ സാലറി വേരിയേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും. സോ ജെന്റിൽമാൻ, നിങ്ങൾ ഒരിക്കലും ലോജിസ്റ്റിക്സ് വിട്ടു പോകരുത്. ആദ്യത്തെ 1 കൊല്ലം മാത്രമേ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പ്രകാശമായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഓൾ ദ ബെസ്റ്റ്.